ക്രിപ്റ്റോ കറൻസി ഇതൊരു സ്കാമാണോ? കുറേ പേർക്ക് ഇത് ഉപയോഗിച്ച കാശ് പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ആൾക്കാർ ഇതിന് പിന്നാലെ പോകുന്നുണ്ട്. ഇതെന്തുകൊണ്ട് ഇത്രയും പേര് യൂസ് ചെയ്യുന്നു? ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണോ? അല്ലെങ്കിൽ ഫ്യൂച്ചർ ഉണ്ടോ? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പർപ്പസ്? ഇങ്ങനെ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഇതിന് കറക്റ്റായുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇത്രയും അധികം പബ്ലിസിറ്റി വരുന്നു, അല്ലെങ്കിൽ ഇത്രയധികം സ്കാംസ് ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ കാശ് നഷ്ടപ്പെട്ടിട്ടും ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസി ഇതിൽ ആൾക്കാർ സ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് നമ്മുടെ കണ്ടു വന്ന ഒരു വാർത്തയാണ്. നമ്മുടെ ട്വിറ്ററിൽ ഒരു സുഹൃത്ത്, ഇതുപോലെ തന്നെ ഓട്ടോ ഓടിക്കുന്ന സുഹൃത്താണ്, മൂപ്പര് ക്രിപ്റ്റോ കറൻസി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. സോ ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ട് ആൾക്കാർ, പബ്ലിക് എന്തുകൊണ്ട് ഇതിന് പിന്നാലെ പോകുന്നു? അല്ലെങ്കിൽ ഇത് ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആണോ? അല്ലെങ്കിൽ ഇതിനുള്ള പ്രോഫിറ്റ് എന്താ കിട്ടുക? അല്ലെങ്കിൽ ഇത് ശരിക്കും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഡൗട്ട് നിങ്ങളെല്ലാ മനസ്സിലുണ്ടായിരിക്കാം. സോ അത് ഞാൻ ഒരു സീരീസ് ആയിട്ട് എല്ലാ വീഡിയോസും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 10-50 വീഡിയോസ് എല്ലാം മൊത്തത്തിൽ വരുന്നുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു ബോധവൽക്കരണം മാത്രമാണ്. ഞാൻ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ്. അധികം ഇൻവെസ്റ്റഡ് അല്ല, പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം എനിക്ക് ഇതിൻ്റെ വർക്കിംഗ് എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. സോ എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു 10-50 വീഡിയോസ് മൊത്തം ഈ സീരീസിൽ വരുന്നുണ്ട്. മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.